ഇതാണോ കാവൽക്കാര്? ഇതാണോ ചേച്ചി കാവൽക്കാര്? അടിപൊളി അല്ലേ? ഇത് എവിടുന്ന് കൊണ്ടുവന്ന്? ആ അതുകൊണ്ട് ഞങ്ങളെ കണ്ട് ചാളം ചവിട്ടുക. ചേച്ചി വരുമ്പോൾ എന്തോ നോക്കട്ടെ. എത്ര പേരുണ്ട്? അത് ശരി. ആ നല്ല രസമുള്ളത്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണോ? വിലക്ക് മേടിച്ചേ? ഇങ്ങനെ ഇതിനകത്ത് രാത്രി അടപ്പൊന്നുമില്ല? എങ്ങനെ അടക്കം വെച്ച്? അടപ്പ് വെച്ച് കിടന്നാൽ നമ്മൾക്കുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. സുന്ദേ ഇനി വന്നാണ് സുന്ദേ. ഇതൊക്കെയാണ് നമുക്കുള്ള ആളുകള്. ഇതൊക്കെയാണ് നമ്മുടെ രാത്രി ചീര വലുതാകുമ്പോ അവര് നമ്മളെ നല്ലോണം നോക്കും. ഇത് ഉള്ള പട്ടികളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ. അവരുകള് ആന വരുമ്പോ ഒന്ന് മുറിയിട്ട് കാലിൽ വന്ന് മുട്ടും. അക്കരെയൊക്കെ ഉണ്ട്. മിണ്ടരുതെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടൂല. അല്ലെങ്കിൽ ഇവര് ഓടി അങ്ങോട്ട് ചെന്നിട്ട് തിരിഞ്ഞ് വീട്ടിലോട്ട് വരും. ആനയെ കൂടെ തുമ്പി വരും പോലെയാണ് വരുന്നത്. എന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂല. ഇപ്പം തന്നെ അങ്ങോട്ടൊക്കെ പോയെന്ന ഓരോരുത്തരെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ഇനി പോരും. മൃഗം വന്നാലും അവർക്കറിയാം, നമ്മളെ അറിയിക്കാം. അങ്ങനെയല്ലേ ആളുകൾ പറയും, ശാസ്ത്രം നട ചതിപ്പി കിടക്കണ ജനങ്ങൾ മൊത്തം പട്ടിയിട്ടാണ് വളർത്തണം. പട്ടിയില്ലെങ്കിൽ നമ്മളെയൊക്കെ ആന വന്ന് ചവിട്ടി പീത്തേ പൊന്നെ. കറണ്ട് ഉണ്ടല്ലോ? കറണ്ടൊന്നുമില്ല. പിന്നെ സ്വിച്ച് ബോർഡ് എടുക്കുന്നു. ഇത് കറണ്ട് എടുക്കാനായിട്ട് റേഡിയോ കേൾക്കും. ബാറ്ററി ഇട്ട് റേഡിയോ കേൾക്കും. ഇതാണ് നമ്മുടെ ഏക കേൾവി. അത് തന്നെ എല്ലാം അറിയുന്നു. അണ്ണൻ കൂടെ ഉണ്ടായിരുന്നു. ഒരു കാലും കൈയും പിന്നെ BP ഒന്ന് കൂടി വീണ്. ആ സാധനമാണ് കിളക്കിയൊക്കെ ചെയ്യുന്നത്. അത് തന്നെ പാചകം എല്ലാം നമ്മളെ ഉറക്കവും എല്ലാം നമ്മളിവിടെ ഉള്ള തന്നെ പൊന്നു ദൈവം. ഈ ഒരു കിടക്കാൻ നമ്മളിങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഭയമൊന്നും ഇല്ലല്ലോ ഇപ്പം. നമ്മക്കൊന്നും അങ്ങനത്തെ ഒരു ഇതുമില്ല. നമ്മൾ ഏതെല്ലാം ആഴട്ടില് പോയി ഞാൻ ഒറ്റയ്ക്കാണ്. അക്കരെ എൻ്റെ അണ്ണൻ വന്നത് ഒറ്റയ്ക്കാണ്. ഈ വയല് മൊത്തത്തിൽ ചീനിയിട്ടേക്കായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക്. നമുക്ക് അങ്ങനെ ഒരു പേടി അങ്ങനെയൊന്നുമില്ല. വരുമ്പോ ഒഴിഞ്ഞും തിരിഞ്ഞും നിൽക്കും. അവത്തങ്ങൾ പറ്റുന്നെങ്കിലേ ഉള്ളു.